ഇനി വോട്ട് ബാങ്കായി നിൽക്കാൻ താല്പര്യമില്ല എന്നതാണ് സഭാ പ്രതിനിധികൾ പറയുന്നത്. ഇന്ന് ബിഷപ്പും അക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. അതിന് പകരം തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അങ്ങനെ അത് നേടിയെടുക്കാനുള്ള പോരാട്ടം നടത്തുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നു. ഇതിപ്പോൾ ചാക്കോ അക്കാര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ കേരള രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അത് ഉന്നമിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് കാണാം. ഇങ്ങനെ ഒരു തീരുമാനം സഭ എടുക്കുകയാണ് എങ്കിൽ അവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. അത് JB കമ്മീഷൻ റിപ്പോർട്ട് മുതൽ സ്കോളർഷിപ്പ്, ഏറ്റവും ഒടുവിൽ വഖഫ് വരെ എത്തി നിൽക്കുന്ന വിഷയങ്ങളിൽ തട്ടി രാഷ്ട്രീയ പാർട്ടികളുമായി ഉടക്കിലാണ് സഭ. ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് കോട്ടമുണ്ടാക്കുന്നത് ആർക്കൊക്കെയായിരിക്കും? ശ്രീകുമാർ. എന്നോടാണോ? അതെ. പി ശ്രീകുമാർ എന്നാ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. സോറി N ശ്രീകുമാർ. അതായത് ക്രൈസ്തവ സഭയുടെ 2 മെത്രാന്മാരില് ഒരു മെത്രാൻ എന്ന് പറഞ്ഞത് വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ സംവിധാനം ഉണ്ടാക്കേണ്ടി വരുമെന്നാണ്. രാഷ്ട്രീയമായ സംവിധാനം എന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞു. അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൽ നിന്നും ഒരു രാഷ്ട്രീയ പാർട്ടി പിറക്കുമെന്ന് നമ്മളാരും കരുതുന്നില്ല. കാരണം സമുദായാടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന ഒരു പരീക്ഷണം കേരളത്തിൽ പരാജയപ്പെട്ടതാണ്. പഴയ കാലത്ത് കർഷക തൊഴിലാളി പാർട്ടിയുടെ ഒരു നായകനായിരുന്നു ഫാദർ ജോസഫ് വടക്കനച്ചൻ. പിന്നീട് സഭയുമായി മല്ലടിച്ച് പുറത്തുപോയി. പിന്നീട് ആ പാർട്ടി KTP എന്ന പാർട്ടി ഇല്ലാതായി. അച്ഛൻ പിന്നെ സാമൂഹ്യ പ്രവർത്തനമായിട്ട് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം കേരള കോൺഗ്രസുകൾ ഉണ്ടായി. അതിലെ ക്രിസ്ത്യൻ നായർ ആ ഒരു സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രൂപം കൊണ്ടുവരുന്നത് എല്ലാവർക്കും അറിയാം. അതിൽ തന്നെ ഭൂരിപക്ഷവും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടതാണ്. PT ചാക്കോ ആയിരുന്നു. ചാക്കോ അല്ല കേരള കോൺഗ്രസ് ഉണ്ടാക്കിയെങ്കിലും അതിന്റെ ഒരു ഹേതു, ഒരു കാരണം അദ്ദേഹത്തിന്റെ ആ കോൺഗ്രസിൽ നിന്നുള്ള രാജിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ കേരള കോൺഗ്രസ് ഉണ്ടായി. ആ കേരള കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. എത്ര കേരള കോൺഗ്രസ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയണം തന്നെയില്ല. രാഷ്ട്രീയം കൃത്യമായി അറിയുന്നവർക്ക് അതും അറിയുള്ളൂ. അതിനുശേഷം NSS അവരൊരു നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടാക്കി. അവർ മന്ത്രിസഭയിൽ അംഗമായി, മന്ത്രിമാരുണ്ടായി, 2-3 മന്ത്രിമാരുണ്ടായി. SNDP യോഗം SRP സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന സംഘടന ഉണ്ടാക്കി, മന്ത്രിസ്ഥാനം പങ്കിട്ടു. അങ്ങനെ സംഭവിച്ചു. അതൊന്നും ഇല്ല. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ് പാർട്ടി, BJP, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ഘടകകക്ഷികൾ, ഇതൊക്കെ ഉള്ള ഒരു മുന്നണി രാഷ്ട്രീയം പ്രബലമായ കേരളത്തില് കത്തോലിക്ക സഭയ്ക്ക് പെട്ടെന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചാൽ തന്നെ നടക്കില്ല. പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സഭയിലെ സമുദായ അംഗങ്ങൾക്കെല്ലാം നല്ല രാഷ്ട്രീയമുണ്ട് കേരളത്തില്. ഇപ്പോഴത്തെ ക്രൈസ്തവ സഭയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഭരണ സംവിധാനം ഇല്ലാതെ പോയി. കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും. ഇപ്പൊ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ ഈ സഭയ്ക്ക് വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു. അതുപോലെ കേരളത്തിൽ UDF ഭരിക്കുമ്പോഴും വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം സഭയുടെ അധിപന്മാർക്ക് കോൺഗ്രസിനോട് താല്പര്യമുള്ളവരായിരുന്നു. മാത്രവുമല്ല, ന്യൂനപക്ഷ സംവിധാനത്തെ കൃത്യമായി പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നത് കോൺഗ്രസ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂരിലത്തെ ഡോക്ടർ ജോസഫ് കുണ്ടുകുളം എന്ന ആർച്ച് ബിഷപ്പിനെ ആർക്ക് മറക്കാൻ കഴിയില്ല. ഡോക്ടർ കുണ്ടുകുളം നടത്തിയ സമരം, അതായത് നമ്മളുടെ ഈ വിദ്യാഭ്യാസ സമരം, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. AK ആന്റണി അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് ആന്റണി ഗവൺമെന്റ് കോളേജ് തുടങ്ങിയപ്പോൾ അന്തോണി വിലാസം കോളേജ് എന്ന് പരിഹസിച്ച് അങ്ങനെ മുദ്രാവാക്യം വിളിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു ബിഷപ്പ് കുണ്ടുകുളം. ആ ബിഷപ്പ് കുണ്ടുകുളം പിന്നീട് ആ പിതാവ് കോൺഗ്രസുമായിട്ടും കരുണാകരനുമായിട്ടും ഒക്കെ ഏറെ അടുത്തിടപഴകി കോൺഗ്രസിനെ സഹായിച്ചു വന്നു. അപ്പൊ ഇത് സഭയ്ക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്നെനിക്ക് ഞാൻ കരുതുന്നില്ല. ചില സംവിധാനത്തിൽ അവർക്ക് പറ്റുന്ന അവർക്കുണ്ടാകാവുന്ന ക്ഷതങ്ങളുണ്ട്. ആ ക്ഷതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാവുന്ന വികാരം, അതിന്റെ ഭാഗമാണിത്. ഇപ്പോ ഈ സഭാപിതാക്കന്മാരൊക്കെ അവഹേളനം നേരിട്ടൊരു ഘട്ടം ഉണ്ടായിരുന്നു ഇല്ലേ? പല നേതാക്കളിൽ നിന്നും, പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്നൊക്കെ വളരെ അവഹേളനം അവർ നേരിട്ടിരുന്നു. ചില പ്രത്യേക പേരുകൾ അവരെ വിളിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായൊരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം
സംവിധാനം മുഴുവൻ മാറി, രാഷ്ട്രീയ സംവിധാനം ആകെ മാറി. സഭയ്ക്ക് ഏറെ താല്പര്യമുള്ള, സഭയോട് വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ്, UDF കേന്ദ്രത്തിലും കേരളത്തിലും ഇല്ലാത്തൊരവസ്ഥ വന്നു. ഇപ്പൊ ഇവിടെ ഇന്നത്തെ മിക്കവാറും ചാനലുകളിലൊക്കെ ചർച്ച ഈ ക്രൈസ്തവ സഭ, വഖഫ് ബോർഡ്, അതുപോലെ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ തന്ന ലേഖനമൊക്കെയാണ്. എന്നിട്ടും നമ്മുടെ സഭാ നേതൃത്വം എന്തുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്ന BJPയോട് ഇത്ര താല്പര്യം കാണിച്ചതെന്ന് ചോദിച്ചാൽ അതൊരു നിസ്സഹായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നോക്കൂ, ജബൽപൂർ സംഭവം നിസ്സാരമാണോ ചാനലിൽ കാണുന്നത്? അത് മാത്രവുമല്ല, RSSന്റെ മുഖപത്രത്തിൽ വന്ന ലേഖനത്തില് ക്രൈസ്തവ സഭയുടെ സ്വത്തിനെ കുറിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലേഖനം അവർ പിൻവലിച്ചതായിട്ടാണ് വാർത്ത. ഞാൻ ലേഖനം കണ്ടിട്ടില്ല, അത് പിൻവലിച്ചതുകൊണ്ട് എനിക്കത് പിന്നീട് എടുത്ത് കാണാനും പറ്റിയില്ല. അപ്പൊ അങ്ങനെ എഴുതി, ലേഖനം എഴുതി. അപ്പൊ അന്ന് UDF 2 ആഴ്ച മുമ്പ് പറഞ്ഞു, UDF മാത്രമല്ല പല ഇടതുപക്ഷ കക്ഷികളും പറഞ്ഞു, വഖഫ് ബില്ലില് സഭ ഇങ്ങനെ മുനമ്പം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരു താല്പര്യം കാണിച്ചാൽ അത് നാളെ ന്യൂനപക്ഷങ്ങളുടെ ഭിന്നിപ്പിന് കാരണമാകുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അത് ആ ഭിന്നിപ്പിന്റെ ഒരു സൂചനയായിട്ട് ഈ ലേഖനത്തെ വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, ജബൽപൂർ സംഭവം, മണിപ്പൂർ സംഭവം, ഇതൊക്കെ നടക്കുമ്പോഴേ BJPയുടെ നേതാക്കളും അതുപോലെ കേന്ദ്രമന്ത്രിമാരും ഒക്കെ സഭ ആസ്ഥാനങ്ങളിലൊക്കെ എത്തുകയാണ്. പക്ഷെ സഭ അവരെ സ്വീകരിക്കുന്നു. ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സഭാ നേതൃത്വത്തിന്റെ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഈ സമകാലിക രാഷ്ട്രീയം കാണിക്കുന്നുണ്ട്. അത് കാരണം പലതും കാണുമായിരിക്കാം. പക്ഷെ എന്തായാലും അത്തരത്തിലുള്ള ഒരു, ഇപ്പൊ JB കോശിയുടെ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇന്ന് ഇന്ത്യൻ ഐഡൽ പറഞ്ഞത്. അദ്ദേഹം പറയാൻ കാരണം ആ വയനാട് ഭാഗത്തുള്ള മൃഗശല്യവും കാട്ടാനശല്യവും ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രാദേശിക വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാവുന്ന ഒരു വികാരം ഒരു പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ഘടകങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. ഇപ്പൊ സഭയുടെ തന്നെ അല്ല, സമുദായത്തിലെ തന്നെ പ്രബലരാണ് UDFലും LDFലും ഉള്ള നേതാക്കള്. BJP തന്നെ ക്രൈസ്തവ നേതാക്കൾ എത്തിയെങ്കിൽ പോലും ഇന്ന് PC ജോർജിന്റെ പ്രസ്താവനയുണ്ട് ജബൽപൂരിനെ സംബന്ധിച്ച്. അപ്പൊ അത് ആ പ്രസ്താവന, അദ്ദേഹം ക്രൈസ്തവ സഭയുടെ മറ്റേ സഭയിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ഒരാളാണെങ്കിലും അദ്ദേഹം കേരള കോൺഗ്രസ് ഇന്നപ്പോ അങ്ങനെ പറയില്ലല്ലോ. ഇന്നിപ്പോ BJP ഒരാളായപ്പോ അദ്ദേഹം പറയുകയാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് സഭാ പിതാക്കന്മാരിലെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു സുരക്ഷ കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. കാരണം സുരക്ഷ തരുമെന്ന് പറഞ്ഞവർ അഖിലേന്ത്യാ തലത്തിൽ ഒരു നിലപാടും കേരളത്തിൽ വേണ്ട നിലപാടും കാണിക്കുകയാണ്. അത് ചോദ്യം ചെയ്യാൻ പോലും സഭയ്ക്ക് പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയില് ആകെ ഒരു അരക്ഷിത ബോധം ഉണ്ടാകുമ്പോൾ പറയുന്ന ഒരു കാര്യമായിരിക്കാം അത്. എന്തായാലും സഭ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സഭാ നേതൃത്വം അവരെ നിരാശരാണ്. ആ നിരാശ അവരെ കൊണ്ടെത്തിക്കുന്നത് പാർട്ടി രൂപീകരണത്തിലേക്കല്ല വേണ്ടത്. അവര് രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ അവരെ ഇത്രയും കാലം സഹായിച്ചത് ആ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആ സംവിധാനത്തെ ബലപ്പെടുത്തുകയുമാണ് വേണ്ടത്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ ഒരു പരിധിവരെ കാണാൻ നമുക്ക് കഴിയും. വഖഫിനെ പിന്തുണയ്ക്കാൻ ആവശ്യപ്പെട്ടത് അപരാധമായി ചിലർ ചിത്രീകരിക്കുന്നു എന്ന് ഇന്ന് പാംപ്ലാനി പറയുന്നുണ്ടായിരുന്നു.